നമസ്കാരം. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനാകെ മാതൃകയാകുകയാണ് കേരളം. സംരംഭങ്ങളുടെ ശവപ്പറപ്പാണ് കേരളം എന്ന് പ്രചരിപ്പിക്കാൻ പരസ്പരം മത്സരിക്കുന്ന BJPയും UDFും. എന്നാൽ കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മികവ് എന്താണെന്ന് അറിയണമെങ്കിൽ യൂണിയൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ അക്കാര്യം സ്വാഭിമാനം ഉദ്ഘോഷിക്കുന്നത് കേൾക്കണം. മലപ്പുറം ജില്ലയിലെ അരീക്കോട് കേന്ദ്രമായുള്ള ഇന്റർവെൽ എന്ന എഡ്ടെക് സ്റ്റാർട്ടപ്പ് കമ്പനിയെ ഫിൻലാൻഡിലെ നാഷണൽ പ്രോഗ്രാമായ ടാലന്റ് ബൂസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് ധനമന്ത്രി നിർമ്മല മാഡം അറിയിച്ചിരിക്കുകയാണ്. ഇപ്രകാരം ക്ഷണം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആണ് ഇന്റർവെൽ. വളരെ വലിയ അംഗീകാരമാണ് ഈ സ്റ്റാർട്ടപ്പ് നേടിയിരിക്കുന്നത്. A Kerala-based educational technology startup called Interwell. This startup is based out of Arikode in Malappuram district. It caters to more than 25,000 students across 30 countries already. Interwell was selected for Finland's Talent Boost project. Interwell from Kerala goes to Finland to help their Talent Boost project. You get the intensity of this thought. Kerala from India sends a team of fellows to that country, Finland, to boost their talent. So what can be a greater recognition for Kerala in terms of, I'm not seeking validation because it's going outside, but the fact is countries which we think are developed, and that's why I've kept on saying emerging Bharat does not just have to be in terms of, is your GDP big enough, is your per capita big enough, is your this big enough. They are important. ഫിൻലൻഡിലെ ടാലന്റ് ബൂസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ആഗോള സ്റ്റാർട്ടപ്പ് സംഗമത്തിലേക്ക് ഇന്റർവെൽ തെരഞ്ഞെടുക്കപ്പെട്ട വാർത്ത വന്നിരുന്നു. 30 രാജ്യങ്ങളിലായി 25,000-ലധികം വിദ്യാർത്ഥികൾക്കാണ് ഇവർ വിദ്യാഭ്യാസ സാങ്കേതിക സേവനം നൽകി വരുന്നത്. കേരളത്തിനാകെ അഭിമാനിക്കാവുന്ന നേട്ടമാണിത്. രാജ്യത്തിന്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനാകെ മാതൃകയാവുകയാണ് കേരളം. അത് കേന്ദ്ര ധനകാര്യമന്ത്രിയും എടുത്തു പറയേണ്ടി വന്നു. സാധാരണ നമ്മുടെ നാടിനെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവരെ പോലും കേരളത്തെക്കുറിച്ചും മലപ്പുറത്തെക്കുറിച്ചും നല്ലത് പറയാൻ നിർബന്ധിതരാകുന്നതിന്റെ പേരുകൂടിയാണ് കേരള മോഡൽ. 2022 ഒക്ടോബറിൽ കേരള സംഘം ഫിൻലാൻഡ് സന്ദർശിച്ചിരുന്നു. കേരളവും ഫിൻലാൻഡും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെ ഫിൻലാൻഡുമായി ബന്ധിപ്പിക്കുന്നതിനുമായിരുന്നു അന്ന് ഫിൻലാൻഡ് സന്ദർശിച്ചത്. തിരിച്ചെത്തി മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫിൻലാൻഡിൽ നമുക്കുള്ള സാധ്യതകളെ കുറിച്ച് വിശദമായി പറയുകയും ചെയ്തിരുന്നു. ഇന്റർവെൽ കൈവരിച്ച ഈ നേട്ടം സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന്റെ വളർച്ചയെ തന്നെ അടിവരയിട്ട് കാണിക്കുകയാണ്. 4800 സ്റ്റാർട്ടപ്പുകൾ, 64 ഇൻക്യുബേറ്ററുകൾ, 450 ഇന്നോവേഷൻ കേന്ദ്രങ്ങൾ, 10 ലക്ഷം ചതുരശ്ര അടി തൊഴിലിടം തുടങ്ങിയ നേട്ടങ്ങളുടെ രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി ഇന്ന് കേരളം മാറിയിരിക്കുകയാണ്. സാമൂഹിക ഉന്നമനത്തിൽ സ്റ്റാർട്ടപ്പ് മിഷന്റെ പങ്ക് നിസ്തുലമാണ്. സംരംഭകത്വം എന്നത് കയ്യിൽ പണമുള്ളവർക്ക് മാത്രം ചെയ്യാവുന്ന കാര്യമല്ല. അതിന് കഠിനാധ്വാനവും ഉൾക്കാഴ്ചയുമാണ് വേണ്ടത്. അത് യുവതലമുറയോട് ആവർത്തിച്ചു പറയുകയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഇങ്ങനെ ലക്ഷ്യബോധത്തോടെയുള്ള സർക്കാർ ഇടപെടലിന്റെ ഒരു ഉദാഹരണമാണ് അരീക്കോട്ടെ സ്റ്റാർട്ടപ്പ് സംരംഭത്തിന്റെ വിജയം എന്ന് നിസ്തർക്കം പറയാനാകും. സംരംഭത്വ വികസനത്തിനും ഇൻക്യുബേഷൻ പ്രവർത്തനങ്ങൾക്കുമായി കേരള സർക്കാരിന് കീഴിലുള്ള ഒരു പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ. നേരത്തെ ഇത് ടെക്നോ പാർക്ക് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കേരള സ്റ്റാർട്ടപ്പ് നയം പ്രാവർത്തികമാക്കുന്ന ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കുന്നതിനായി നിരവധി പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് സർക്കാർ. സ്കൂളുകൾ, കോളേജുകൾ, യുവ സംരംഭകർ എന്നിവരിലേക്ക് എത്താനാണ് ഈ പദ്ധതികൾ. പുതിയ ആശയങ്ങളുമായി നിരവധി യുവജനത മുന്നോട്ട് വരുന്നതോടെ കേരളം സംരംഭത്വ മികവിലേക്ക് എത്തുകയാണ്. സംരംഭകരുടെ നവീന ആശയങ്ങൾ ഉൽപ്പന്നങ്ങളായി വികസിപ്പിക്കാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സഹായിച്ചു വരുന്നു.